ഹലോ. നമ്മുടെ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ത് ഡിജിറ്റൽ ബോർഡ്സ് യൂസ് ചെയ്യാൻ അറിയാമെന്നല്ലോ അല്ലേ? നമ്മൾ ജനറലി നോർമൽ ക്ലാസ്സസിൽ അതായത് ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക? നല്ല കളർഫുൾ പെൻസും സ്കെച്ച് പെൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നല്ല കളർ ചോക്സ് ഒക്കെ കൊണ്ടുവന്ന് നല്ല വെറൈറ്റി ആയിട്ട് പ്രസന്റ് നമുക്കപ്പോൾ ക്ലാസ്സിൽ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? അപ്പം നമുക്കൊരു ക്ലാസ് എങ്ങനെ നല്ല ഭംഗിയിൽ ലൈവായിട്ട് ചൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൽ നിന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരുപാടുണ്ട്. അതിൽ വൺ ഓഫ് ദി പ്ലാറ്റ്ഫോം മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫോണിൽ കണക്ട് ചെയ്തിട്ട് എഴുതുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാം, ഫോണിൽ യൂസ് ചെയ്യാം, ലാപ്പിലും യൂസ് ചെയ്യാം. ലാപ്പിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രൗസറിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ ഏത് സാധനം യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് ഇപ്പം MS വേർഡ് ആയിക്കോട്ടെ, നമ്മളെന്ത് റിപ്പോർട്ടോ കാര്യങ്ങളോ റെഡിയാക്കാൻ MS വേർഡ് ആവശ്യമാണ്. സോ MS വേർഡ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ വേറെ ഏത് പവർ പോയിന്റ് പ്രസന്റ് ചെയ്യാൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടായാൽ മതിയാവും. ആ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം, എങ്ങനെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ദ ബേസിക് റിക്വയർമെന്റ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ സ്റ്റാർട്ടിങ് വൈറ്റ് ബോർഡ് ഓർ എനി അതർ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് വേണം? നമുക്കൊരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വെബിലോട്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസ് ചെയ്യാം. അതിന് ഞാനൊരു വെബ് ബ്രൗസർ എടുത്തു. അതിൽ വൈറ്റ് ബോർഡ് എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പം ഇതാണ് മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഒരു ബ്ലൂ വൈറ്റ് ലേ ഔട്ട്, ബ്ലാക്ക് പെന്ന് വരുന്ന ലേ ഔട്ടാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യലി നിങ്ങൾ ഇതുവരെ ഇത് യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും? സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ടാ വരാം. അപ്പം സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അത് കൊടുത്ത് ലോഗിൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരാം. ഇതാണ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ വൈറ്റ് ബോർഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെയാണ് നമുക്ക് ബോർഡ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പം ഞാനൊരു ന്യൂ വൈറ്റ് ബോർഡ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനീഷ്യലി സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമുക്കുള്ള ലേ ഔട്ട് ചോദിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടോ വേറെ എന്ത് റൗണ്ട്, അങ്ങനെ ഈ ടെംപ്ലേറ്റ്സ്, അതായത് നമുക്ക് ഡിഫറെന്റ്, നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ, വേർഡിലൊക്കെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളോട് എന്ത് ചോദിക്കും? നിങ്ങൾക്ക് ഏത് ലേ ഔട്ട് വേണം എന്നുള്ള ചോദിക്കുമല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, ഞാൻ റഫായിട്ട് എങ്ങനെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വൈറ്റ് ബോർഡിന്റെ ഒരു ഡാഷ് ബോർഡ് പോലത്തെ. വൈറ്റ് ബോർഡ് എങ്ങനെ ഒരു ബോർഡായിട്ട് സെലക്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമുക്ക്, ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്? ഈ ബോർഡിന്റെ പേര് മാറ്റാണ്. സപ്പോസ് ഞാൻ പേര് എന്താ കൊടുക്കുന്നത്? പേര് ഞാൻ നമ്മളൊരു ടീച്ചറാണ്, സോ എൻ്റെ പേരെന്ന് കൊടുക്കുകയാണ്. സോ നമ്മളെ പേരെന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്യാം. സോ ഈ വൈറ്റ് ബോർഡിന്റെ പേരെന്തായി? ഞാൻ ചൂപ്പാട്ടൂട്ട എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിലോ ഓരോ സ്റ്റുഡൻറ്, സപ്പോസ് നിങ്ങളൊരു ടീച്ചർ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു 5 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം. സോ 5 കുട്ടികൾക്ക് നിങ്ങൾക്ക് വേറെ വേറെ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിൽ വൺ ഓഫ് ദി ബോർഡ്, ആ ഒരു ബോർഡിന്റെ പേര് എന്ന് പറഞ്ഞാൽ ആ കുട്ടീന്റെ ക്ലാസ്സും പേരും വെച്ച് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഫിസിക്സ് പഠിപ്പിക്കാൻ ഒറ്റ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ മാത്സും ഫിസിക്സ് പഠിപ്പിക്കും. അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കാനും നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫിസിക്സ് പഠിപ്പിക്കാൻ ഒറ്റ ബോർഡ്, മാത്സ് പഠിപ്പിക്കാൻ വേറെ ബോർഡ്, അങ്ങനെയോ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് 8ന് വേറെ ബോർഡ്. അത് ഡിപ്പെൻസ്, എവറിത്തിങ് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്കിനി പെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, പെന്ന് സെലക്ട് ചെയ്യാം. നമ്മളൊരു പെന്ന് സെലക്ട് ചെയ്തു, ഇവിടെ വെച്ചു. സോ നമ്മൾ എഴുതുകയാണ് കേട്ടോ. ക്ലാസ് 8 ഫിസിക്സ് കണ്ടോ. ചാപ്റ്റേഴ്സ് ഏതായാലും മൂവ്സിനുണ്ട് വിചാരിക്കുക.
പിന്നെ നമുക്ക് ന്യൂട്ടൺസ് ലോസ് പറയാം. സപ്പോസ് ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് എഴുതുന്നതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആ പെന്നിൽ തന്നെ ഉള്ളത്? നിങ്ങൾക്ക് പെന്നിൽ ഞാനിപ്പോൾ ബ്ലാക്ക് കളറോടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡ് യൂസ് ചെയ്യാം. കണ്ട, റെഡ് യൂസ് ചെയ്യാം. സപ്പോസ് ഞാൻ ഈ റെഡ് എന്തിനു യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഞാൻ ഈ റെഡ് ഇതിനെ അണ്ടർലൈൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം റെഡ്. പിന്നെ ഉള്ളൊരു ഫീച്ചറാണ് ഹൈലൈറ്റർ എന്ന് പറയുന്നത്. അപ്പം സോ ഞാൻ ഹൈലൈറ്റർ സെലക്ട് ചെയ്തു, കറസ്പോണ്ടിങ് ഹൈലൈറ്റർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ അതിനെ ഹൈലൈറ്റ് ചെയ്തു. ഈ ഒരു ലോസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം പിന്നെ ഉള്ളതാണ് നമുക്ക് ഇറേസിങ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇറേസിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. എനിക്ക് ഇത് ഇറേസ് ചെയ്യണം, കംപ്ലീറ്റ് ഞാൻ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, കണ്ടോ, ഞാൻ ഇറേസ് ചെയ്യാം. ഓക്കെ, ഇത് ഇറേസ് ചെയ്ത് കളഞ്ഞു ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്. സപ്പോസ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതി, ആൻസറും നിങ്ങൾ എഴുതി, കുട്ടിക്ക് ക്വസ്റ്റ്യൻ മാത്രം കാണിക്കണം, നിങ്ങൾക്ക് ഇതിനെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ എഴുതുമ്പോഴുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്കെയിൽ അവൈലബിൾ ആണ്, ദാറ്റ് ഈസ് റൂളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ നോർമൽ മൗസിലാണ് നമുക്ക് ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റുക, ഇതിന്റെ ഡിഗ്രീസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു പാം ഹാൻഡ് ഓപ്ഷൻ ആണ്. പാം ഹാൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റ് ആണ്. ഇതിന്റെ പേജ് നമുക്ക് എത്ര വേണേലും എക്സ്പാൻഡ് ചെയ്യാം. അതായത് നമ്മൾ പെന്ന് സെലക്ട് ചെയ്തു, ഇതിപ്പോൾ നമ്മൾ ഇത്ര വരെ എഴുതി, ഇനി നമുക്കിത് ഇതിനൊന്ന് ഇപ്പുറത്തേക്ക് നീക്കണം, എന്നിട്ട് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ പാം ഹാൻഡ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളെ സ്റ്റിക്കി നോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് സ്റ്റിക്കി നോട്ടായിട്ട് നമുക്ക് വെക്കാം, എന്നിട്ട് ചെറിയൊരു നോട്ടായിട്ട് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. കണ്ടോ, ഈ ഒരു നോട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ടീച്ചിങ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം നിങ്ങൾക്ക് സ്റ്റുഡൻറ്റിന്. പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ഇതൊക്കെ നമ്മളൊരു ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് ഇമോജീസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഒരു ബോർഡ് പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ ഇമ്പോർട്ടൻ്റ് മാക്കിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റർ. ഫസ്റ്റ് ഞാൻ ചാപ്റ്റർ നെയിം പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ നെയിം ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഞാനിപ്പം ഞാൻ ഇനി എഴുതുകയാണ് ചാപ്റ്റർ നെയിം കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ചാപ്റ്റർ നെയിം കൊടുക്കാം. ഓക്കെ, പിന്നെയാണ് നമുക്കുള്ളത് ഷേപ്സ് എന്ന് പറയുന്നത്. ഷേപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, പെൻറ്റഗൺ ഉണ്ട്, ആരോ ബട്ടൺ ഉണ്ട്, അങ്ങനെ പാരലലോഗ്രാം ഉണ്ട്, റോമസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ലൈൻ ഉണ്ട്, ലൈൻ സെഗ്മെന്റ് ഉണ്ട്, റേ ഉണ്ട്, ഡോട്ടഡ് ലൈൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ ഇതാണ് ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ലൈൻ ഉണ്ട്, റേ ഉണ്ട്, ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സ് കാര്യങ്ങളൊക്കെ ഏത് സബ്ജക്ട്സ് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് ലൈക്ക് അൺഡു ബട്ടൺ മുകളിൽ റീഡു ബട്ടണും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു സെറ്റിങ്സിൽ ഇമേജസ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്റിന് നമുക്ക് ഇമേജ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമേജ് നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം നമ്മളെ സിസ്റ്റത്തിൽ. അതായത് നമ്മളെ ഫയൽ ഫോൾഡറിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ സൂം ഇൻ സൂം ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഇത് നേരത്തെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത് കണ്ടോ ഷോർട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിസ് ഇസ് നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ഈ പേജിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പേജിനുള്ള ഫീച്ചറാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണുള്ളത് നമുക്ക്. പിന്നെ ഇത് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ. ഓക്കെ, ഇതിനാണ് ബേസിക് ഫീച്ചർ എന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇത്രയും നമ്മളൊരു ബോർഡിലുള്ള ഫീച്ചേഴ്സ് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇതിലുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങോ പ്രോബ്ലം സോൾവിങ്ങോ കാര്യങ്ങളോ, പ്രോബ്ലം സോൾവിങ്ങിനുള്ള കണ്ടോ ഈ സ്റ്റിക്കി നോട്ട് ലേ ഔട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അസംഷൻ യൂസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുകയാണ്. സോ ആ ഒരു ടെംപ്ലേറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സ്റ്റിക്ക് ചെയ്യാണ്. സോ കണ്ടോ പ്രോബ്ലം സോൾവിങ്
ഇങ്ങനെ ഒരു ലേ ഔട്ട് വെച്ചിട്ട് എനിക്ക് ക്രിയേറ്റിവിറ്റി ക്വസ്റ്റ്യൻസ് കൊടുക്കാം. നമ്മൾ അസംഷൻസ് അങ്ങനെ ഒരു അസംഷൻ ക്രിട്ട് പോലത്തെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക്, അതായത് നമ്മൾ ഏത് ടാസ്ക് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അത് ആഡ് ടെംപ്ലേറ്റ്സിലാണ് കേട്ടോ വരിക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ടെംപ്ലേറ്റ്സ് ഇതിൽ ജോബ്സ് ടു ബി ഡൺ, അതായത് ഇത് നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾ ബോർഡായിട്ടല്ല, നിങ്ങൾക്കൊരു കാര്യങ്ങൾ നോട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ഒരു ടീച്ചിങ്ങിന് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്ന ദിവസം ഇന്ന കുട്ടിക്ക് ഇന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കുട്ടിക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹോം ബട്ടണിൽ പോവാം. അപ്പൊ ഹോം ബട്ടണിൽ എന്ത് വന്നു, നമ്മുടെ സൂപ്പർ ട്യൂട്ടർ എന്നുള്ള ബോർഡ് വന്നു കണ്ടോ. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വൈറ്റ് ബോർഡ് എക്സ്ട്രാ വൈറ്റ് ബോർഡ് വേറൊരു വൈറ്റ് ബോർഡ് സെലക്ട് ചെയ്യാണ്, വേറൊരു വൈറ്റ് ബോർഡ് പുതിയ വൈറ്റ് ബോർഡ് ആഡ് ചെയ്യാണ്. ഇതേ ഫീച്ചർ നിങ്ങൾ ആപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. രണ്ടിനും സെയിം ആണ്. ഓക്കെ, ഇനി ഇതിപ്പം ഞാൻ ഇതെന്ത് ചെയ്യാണ്, ഞാനൊരു ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാണ്. ഈ ഒരു ടെംപ്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഓരോ ടെംപ്ലേറ്റ്സും എടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ കണ്ടോ കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് ഡയഗ്രാം. നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നിൻ്റെയും കോസസ് ഇഫക്ട്സ് ഒക്കെ പറയാനുണ്ടാവും. ഒരുപാട് വാട്ട് ആർ ദ കോസസ് ഓഫ്, നമ്മളിപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുകയാണ്, സോഷ്യൽ കാര്യങ്ങളിലൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുകയാണ്. സോ വാട്ട് ആർ ദ കോസസ് ആൻഡ് വാട്ട് ആർ ദ ഇഫക്ട് ഓഫ് ദിസ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണ്. സോ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പം നമ്മൾ പറയാണ് വാട്ട് ഇസ് ദ കോസ് ഓഫ് എൻ എർത്ത് ക്വേക്ക്, അല്ലെങ്കിൽ സീസ്മിക് സോൺസിലാണ് കൂടുതൽ എർത്ത് ക്വേക്സ് കാണുന്നത്. സോ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നേ ബോർഡ്സിൽ ഇതേപോലത്തെ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇതിനൊരു ഔട്ട്കം എന്തായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സാധനം അത്രയും ഭംഗിയിൽ പ്രസന്റ് ചെയ്ത് സ്റ്റുഡന്റിന് നല്ല രീതിയിൽ, ഇപ്പം നിങ്ങൾ ആരെ പഠിപ്പിക്കുകയാണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പഠിപ്പിക്കുകയാണെങ്കിലും ആ ക്ലാസ് കുറച്ചുകൂടിയും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ക്ലാസ് ഡെലിവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.